മിസ്റ്റർ ജയൻ എന്നാണ് മടങ്ങി വരിക? നാളെ തന്നെ മടങ്ങിയെന്ന് പറഞ്ഞിട്ടാ ജയേട്ടൻ പോയത്. എസ്റ്റേറ്റിലെ ഫോൺ നമ്പർ 272 തന്നെയല്ലേ? അതെ. ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. എന്താ ഡോക്ടർ, ശാലിനിക്ക് എന്തെങ്കിലും? ഇന്ന് ശാലിനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. പേടിക്കാനൊന്നുമില്ല. ഫോർ ഹെർ ദാറ്റ് ആക്സിഡന്റ് വാസ് എ ബ്ലെസ്സിംഗ്. പോസ്റ്റ് ട്രോമാറ്റിക് അമനീഷ്യ. ഇങ്ങനെ ഭേദപ്പെട്ടത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇത് ആദ്യമായിട്ടാണ്. ആക്സിഡന്റിനുണ്ടായ ഷോക്കിൽ 11 വർഷം മുമ്പ് നഷ്ടപ്പെട്ട സ്വബോധം ശാലിനിക്ക് തിരിച്ചു കിട്ടി. ശാലിനി പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഇറ്റ് സീംസ് ഷീ ഈസ് ഓൾമോസ്റ്റ് നോർമൽ. മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കുന്നതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ശാലിനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഡോക്ടർ. എനിക്കെന്റെ ശാലിനിയെ കാണണം. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഈ സമയത്ത് ജേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ശാലിനി ഒരാഴ്ച കൂടി ഹോസ്പിറ്റലിൽ തന്നെ കഴിയട്ടെ. മായ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. സന്തോഷിപ്പിക്കുന്ന ഒരു നുണ പറയുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്ന ഒരു സത്യം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീക്കും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റാത്ത ഒരു ത്യാഗമാണ് ഞാൻ ശാലിനിക്ക് വേണ്ടി മായയോട് ആവശ്യപ്പെടുന്നത്. എന്താ ഡോക്ടർ? അസുഖം മാറിയെങ്കിലും ശാലിനിയുടെ ഓർമ്മകൾ ഇന്നും 11 വർഷം പുറകിലാണ്. ശാലിനിക്ക് വേണ്ടി മായയും 11 വർഷം പുറകോട്ട് പോകണം. ഡോക്ടർ പറയുന്നത്? ശാലിനിയുടെ ഓർമ്മയിൽ മായ ഇന്നും ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാണ്. ഡോക്ടർ, ജയദേവൻ മായയെ വിവാഹം കഴിച്ച വിവരം ശാലിനി പെട്ടെന്നറിഞ്ഞാൽ ഇനിയൊരു ഷോക്ക് അവർക്കുണ്ടാകാൻ പാടില്ല. മായ വിഷമിക്കാതിരിക്കും. ശാലിനിയെ നമുക്ക് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് വിഷമമൊന്നുമില്ല ഡോക്ടർ. ശാലിനിയുടെ അസുഖം മാറുന്നതിൽ കവിഞ്ഞ ഒരു സന്തോഷവും എന്റെ ജീവിതത്തിലില്ല. അതിനുവേണ്ടി ശാലിനിയുടെ സന്തോഷമാണ് എനിക്ക് എല്ലാത്തിലും വലുത്. ഞാൻ പോട്ടെ മായ. ശാലിനി കുഞ്ഞിന്റെ അസുഖം മാറിയില്ലേ? എന്നാ അങ്ങോട്ട് കൊണ്ടുവരണേ. ഡോക്ടർ പറഞ്ഞല്ല ഞാൻ കേട്ടു. കൃഷ്ണേട്ട, എന്റെ ശാലിനിക്ക് വേണ്ടി എല്ലാം ഞാൻ സഹിക്കാം, മറച്ചു വെക്കാം. പക്ഷേ ഏട്ടൻ കെട്ടിയ ഈ താലി, ഇത് Hello. This is 23538. Book a lightning call to Coorg. 272. PP Mr. Jayadevan. ഇവളെന്താ രാവിലെ കാണിച്ചെന്നറിയാമോ? ഒരു ട്രാഫിക് പോലീസുകാരൻ സിഗ്നൽ കാണിച്ചിട്ട് വണ്ടി നിർത്താതെ കാണാത്തതുപോലെ ഒരു പോക്ക്. പിന്നെ അയാളുടെ കഥകളി മുദ്ര കാണാൻ നിന്നാലേ സമയത്തിന് കോളേജിൽ എത്താൻ പറ്റില്ല. ഇന്ന് ഫസ്റ്റ് അവർ വാട്ട് എവർ മേബിയുടെ ക്ലാസ്സാ. ഒരു സെക്കൻഡ് വയ്യ അപ്പൊ തുടങ്ങും ഡിസിപ്ലിൻ പങ്ക്ച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞു. ഇന്ന് വാട്ട് എവർ മേബി എത്തിയല്ലോ. കറക്റ്റ് 9:20. ഒരു സെക്കൻഡ് വൈകില്ല.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സാറ് വരുന്ന നോക്കിയാ ഞാൻ ടൈം കറക്റ്റ് ചെയ്യുന്നത്. ഫാദറിന് കഴിഞ്ഞ ഒരാഴ്ച കണ്ടില്ല. തിങ്കളാഴ്ച എന്റെ സഹോദരിയുടെ ഉടുപ്പുമാറ്റമായിരുന്നു. ഉടുപ്പ് മാറ്റോ? തിരുവസ്ത്രമണിഞ്ഞ് കന്യാസ്ത്രീയായി. ഓഹോ, അപ്പോ ഫാദറിന്റെ കുടുംബത്തോടെ ഭക്തിലീനാണല്ലോ. വാട്ട് മേ ബി ശാലിനിയുടെ കോൾഡൊക്കെ മാറിയോ? ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആണ്. അതെ അതെ. വാ വാ, നീ വാ. അതല്ലേ ഇത്. വാ വാ വാ. നാ. അല്ല, ഇതാരാ? അമ്മയോ? അമ്മ വരുന്ന ഓരോരുത്തരൊരു കത്തയച്ചിരുന്നെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരില്ലായിരുന്നു. 2-3 ദിവസമായി നിന്നെയും പിള്ളേരെയും കാണണമെന്ന് തോന്നാൻ തുടങ്ങിയിട്ട് പിന്നൊന്നും ആലോചിച്ചില്ല. രാവിലെ തന്നെ ഇങ്ങ് പോന്നു. സൂക്ഷിച്ച. ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട അമ്മേ. എനക്ക് ഇഷ്ടപ്പെട്ട മുളക് ഉണ്ടാക്കാം. ഓ, ഇത് ശാലിനിക്ക് ചമ്മന്തിപ്പൊടി, ആ, ഇത് മായയ്ക്ക് കടു മാങ്ങാക്കറി. ഓ. എന്നാലും ഈ അമ്മയെ സമ്മതിക്കണം. ഇതിനും മാത്രം സാമാനങ്ങളെല്ലാം കൂടി ഒറ്റയ്ക്ക് ട്രെയിനെ വലിച്ചു കയറ്റി ഇവിടം വരെ കൊണ്ട് എത്തിച്ചല്ലോ. ആ, എവിടെ പോയി ആ മേളക്കാരൻ? അവനോട് ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കാൻ പറ. അവനിവിടെ ഇല്ല. ഉത്സവകാലം തുടങ്ങിയ പിന്നെ അവൻ വീട്ടിൽ കാണൂ. ചെണ്ടയുമായിട്ട് മേളത്തിന് പോയിരിക്കുക. മുത്തശ്ശി പോന്നു. ഹായ് മുത്തശ്ശി. എന്റെ പുന്നാര മുത്തശ്ശിയെ ഇന്നലെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. നീ എന്താ കുട്ടി കാണിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയുടെ അമ്മയാവാനുള്ള പ്രായമായി, എന്നിട്ടും കുട്ടിക്കളി വിട്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ 2 കുട്ടി ഉണ്ടാവോ? അത് കൊള്ളാലോ. ചാറ്റുകൊണ്ടൊന്നും പറയുന്നു. നീ അവളെ കണ്ടു പഠിക്കും. ആ, ഇളയച്ചൻ ഇവളോട് പറയുന്നതേ എന്നെ കണ്ടുപിടിക്കാനോ? അല്ലേ ഇളയച്ച? സുഖല്ലേ മുത്തശ്ശി? ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് അസുഖമൊന്നുമില്ല മക്കളെ. കോളേജിൽ നിന്ന് വന്ന പാടെ നിന്ന് ഇപ്പൊ നിൽക്കുന്ന എന്താ? ആ കുപ്പായൊക്കെ മാറ്റി കാപ്പ് കുടിക്കാൻ നോക്ക. മുത്തശ്ശി എന്താ കൊണ്ടുവന്നേ നോക്കട്ടെ. അല്ലേ വേണ്ട, എന്നാ നല്ല ഭാരം പിടിക്കടി. മാധവിയുടെ തനി പ്രകൃതവും ചായയുമാണ് മായയ്ക്ക്. സിംഗപ്പൂരിന് പോകുന്നതിന് മുമ്പ് യാത്ര പറയാൻ വന്നതാ പ്രഭാകരനും മാധവി. ആ, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഒക്കെ വിധിയാ. ഇനിയും അമ്മ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്ന എന്തിനാ? ദീപം ദീപം സന്ധ്യാദീപം കൊണ്ടുവരുമ്പം എഴുന്നേറ്റ് നിന്ന് തൊഴാൻ നിന്നെ പ്രത്യേകം പഠിപ്പിക്കണോ? ഈ സൈക്കിൾ എന്ന് വാങ്ങിച്ചതാ? അത് സൈക്കിളല്ലേ മുത്തശ്ശി? ലൂന മൊപ്പറ്റ്. ഓ, ലോനനോ മാപ്പിളയോ ആരുണ്ടാക്കിയാലും ഇതൊന്നും പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാലീകാലം അല്ലാതെ എന്ത് പറയാനാ? നിനക്കൂടെ പോയി അവളെ ഒന്ന് സഹായിക്കാൻ പാടില്ലേ കുട്ടി? ഇങ്ങനെ അടുക്കളപ്പണി ഒന്നും പഠിക്കാതിരുന്ന കല്യാണം കഴിഞ്ഞ് നീ എങ്ങനാ ഒരാളിന്റെ കൂടെ പൊറുക്കുന്നേ? അതെ മുത്തശ്ശി, അടുക്കളപ്പണിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ കൂടെ ഞാൻ പൊറുക്കാൻ പോകുന്നുള്ളൂ. ദേവപ്രസംഗി. അവളുടെ കുസൃതിയും സംസാരവും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടാ. അവൾ അടുത്തുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. എനിക്കും. അത് ഇല്ലല്ലോ, വെറുതെ പേടിക്കുന്നു.
അങ്ങൊന്നേ വേണ്ട, ചീത്ത പറയും. മായക്കുഞ്ഞേ, മായക്കുഞ്ഞേ, വാതിൽ തുറക്ക്. മായക്കുഞ്ഞേ, ഓലക്കുഞ്ഞേ, ഓല, ഓല. ആരാത്? ആരാന്നാ ചോദിച്ചേ? ഒന്ന് നിർത്തണോ? മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. നിർത്തി. ഇനി ഉറങ്ങാലോ? ഒരു ഗ്ലാസ് വെള്ളം തരുമോ? ഈ പാതിരാത്രിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നീ എന്ത് ജോലി ചെയ്തു കൂടെ? ആ അമ്പലപ്പറമ്പിൽ തേരാപ്പാര തെണ്ടി നടന്നപ്പോ നിനക്ക് പേടിയൊന്നുമില്ല. ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴാ പേടി അല്ലേ? അതിന് അമ്പലപ്പറമ്പില് ധാരാളം ആളുകളുണ്ടല്ലോ. നിനക്ക് ആളുകളെ പേടിയില്ലോ, പ്രേതങ്ങളെയല്ലേ പേടി? എന്താ ഇളയച്ച? അല്ലേ? പല്ല് കൊണ്ടൊക്കെ എടുത്ത് കൊടുക്ക തിന്നാൻ. പോയി കിടന്ന് ഉറങ്ങട്ടെ, മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ. പിന്നെ മുറുക്കും പലാരൊക്കെയാ. കൃഷ്ണയുടെ പേടിച്ചല്ലേ? എന്ത് പേടി? പേടിയില്ല. ആരാ അവിടെ? എവിടെ? ഇവിടെ വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട്. ആളെ പഠിപ്പിക്കരുത് കേട്ടോ. ആരോ ഉണ്ട്. എന്താ ഇവിടെ ഒരു ബഹളം? ആ, നീ ആയിരുന്നോ? ഇങ്ങോട്ട് നീങ്ങുന്നില്ലടാ. നിന്നെ ഞാൻ ഇവിടുത്തെ ജോലി നോക്കാൻ കൊണ്ടാക്കിയിട്ട് നീ ചെണ്ടയും കൊണ്ട് എന്താടി പെൺപിള്ളാരെ കടന്ന് ചിരിക്കുന്നത്? അല്ല, പാതിരാത്രിയായിട്ടും പോയി കിടന്ന് ഉറങ്ങാനുള്ളതിന് പോയിനോട്. കൊള്ളാമല്ലോ. എന്താ മായേ? ഇന്നേ നിന്നെ ഒരാൾ അന്വേഷിച്ചു. ആര്? ആ, വാട്ട് വെയിറ്റ് മേ ബി. എന്നെയോ? അല്ല, നിന്റെ മുത്തശ്ശിയെ. മിണ്ടാപ്പൂച്ചേ, കണ്ണു അടച്ച് പാല് കുടിക്കുന്ന ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ഒരു നാക്ക്. ഇന്ന് കോളേജിൽ പോകുന്ന വഴി നമ്മുടെ ലൂണെ പണിമുടക്ക്. അതുവഴി സ്കൂട്ടറിൽ വന്ന ജയദേവൻ സാറിനോട് ഞാനൊരു ലിഫ്റ്റ് ചോദിച്ചു. എന്റെ ദൈവമേ, അദ്ദേഹത്തിന്റെ ഒരു ചമ്മലും ഒരു വിയർപ്പും കർച്ചീഫ് കൊണ്ടതേ ഇങ്ങനെ ഒരു അമർത്തി തൊടപ്പും കാണേണ്ടതായിരുന്നു. എന്നിട്ട് ലിഫ്റ്റ് തന്നോ? തന്നു. പാട്ടവരിറ്റ് മേ ബി എന്നൊക്കെ പറഞ്ഞ് തടി തപ്പി. നിനക്ക് ലിഫ്റ്റ് തരാഞ്ഞതേ സാറൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാ. അല്ലാതെ കണ്ടോ ജയദേവൻ സാറിനെ കളിയാക്കി പറഞ്ഞ പോരാക്ക് കയറി അങ്ങ് കൊണ്ടു. എവിടെ വരെ പോകുന്നു കാണാലോ. ജയദേവൻ സാറിന്റെ വണ്ടി വിടലൊക്കെ കാണുമ്പോഴേ ഒരു കോമഡി ലുക്ക്. അടുത്ത വാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ മുറി കയറിയിരുന്ന് കളിയും ചിരിയുമാ. ഗുരുവായൂരപ്പന്റെ പ്രസാദം. അതാ എന്താ കൂട്ടി ഇത്? ഒരു വൃത്തി ശുദ്ധിയില്ലാതെ എച്ചിക്കൈ കൊണ്ടാ ഗുരുവായൂരപ്പന്റെ പ്രസാദം എടുക്കുന്നത്. എന്നാണാവോ ഇതിങ്ങും പഠിക്കുന്നത്? ആ ശ്രീകരൻ മുത്തശ്ശിയുടെ സ്വഭാവം നിനക്കറിയാൻ പാടില്ലേ? നിനക്ക് ഞാൻ ഗുരുവായൂരിൽ നിന്നൊരു സ്പെഷ്യൽ പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ത് ശാലിനി? ഗുരുവായൂർ പൂജിച്ച ഏലസാ. എനിക്കെന്തിനാ ഏലസ്? എന്റെ മോക്ക് ആരുടെയും കണ്ണു കിട്ടാതിരിക്കാനാ. സാർ, ഇവിടെയും ഡൗട്ട്സ് ഉണ്ട്. എന്താ? അയ്യോ, എനിക്കല്ല, ആ കുട്ടിക്കാ. അവക്ക് ചോദിക്കാൻ പേടിയാ. എന്താ ഡൗട്ട്? ഒന്നുമില്ല സാർ.
സാർ ശാലിനി നീ പേടിക്കാതെ, എനിക്കൊന്നുമില്ല. അയ്യോ കൈ മുറിഞ്ഞല്ലോ. ശാലിനി 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 അങ്ങോട്ടുണ്ടോ? അവിടെ കിടക്ക്. ഒന്ന് മാറ്. ശാലിനി ശാലിനി വാട്ട് ഹാപ്പൻ? എന്റെ കൈയൊന്ന് മുറിഞ്ഞു. സാരമില്ല, ബ്ലഡ് ഉണ്ടല്ലോ അവൾക്ക്. അങ്ങനെയാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഫെയിന്റ് ആയതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ശാലിനി വാട്ട് എവർ ഇറ്റ് മേ ബി, ശാലിനിക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാലോ. ഞാൻ ഇത്രയും സുന്ദരനാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്റെ മാനറിസം ഒക്കെ കറക്റ്റായി നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ബട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി, യു ലുക്ക് സ്മാർട്ട്. പക്ഷേ ഈ ക്യാപ്ഷന്റെ പിന്നിൽ വേറൊരാളുടെ ബ്രെയിൻ കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആളാരാണെന്ന് എനിക്കറിയാം. സർ, ഐ എം സോറി സർ. ഇതിനൊക്കെ എന്തിനാണോ സോറി പറയുന്നത്? ഇത്തരം ചില തമാശകളൊക്കെ ഇല്ലെങ്കിൽ ഈ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബോറടിയായിരിക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി, ഐ വിൽ കീപ് ദിസ്. വിരോധമൊന്നുമില്ലല്ലോ? ശാലിനി പൊയ്ക്കുള്ളൂ.